നമസ്കാരം. വിദ്യാ പുരോഗതിക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക അനുഷ്ഠാന മാർഗമാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. അത് ദക്ഷിണാമൂർത്തി പൂജയാണ്. ശിവഭഗവാന്റെ ഏറ്റവും പ്രമുഖമായ ഒരു ഭാവമാണ് ദക്ഷിണാമൂർത്തി. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഗുരുവായി സങ്കല്പിക്കപ്പെടുന്ന ദേവതാഭാവമാണ് ദക്ഷിണാമൂർത്തി. അനേകം മഹർഷിമാർക്ക് ബ്രഹ്മവിദ്യയെ ഉപദേശിച്ചു കൊടുക്കുന്ന ഗുരുനാഥനായി സങ്കല്പിച്ചാണ് ദക്ഷിണാമൂർത്തിയെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ഛിന്ന സംശയ. ഗുരു വ്യാഖ്യാനിക്കുന്നത് മൗനത്തിലൂടെയാണ്. ശിഷ്യന്മാർക്ക് എല്ലാ സംശയങ്ങളും അതോടുകൂടി അവസാനിക്കുന്നു എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. ദക്ഷിണാമൂർത്തിയായ ഗുരു മൗനമായിട്ടിരുന്നാൽ ആ ഗുരുവിൻ്റെ മൗനം കൊണ്ട് തന്നെ ശിഷ്യന്മാരുടെ മനസ്സിലുണ്ടാകുന്ന എല്ലാ സംശയങ്ങളും പൂർണ്ണമായിട്ടും അവസാനിക്കുകയാണ്. ചിത്രം വടതരോർമൂലേ വൃദ്ധാശിഷ്യ ഗുരുർയുവ ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ഛിന്ന സംശയ. ഇതാണ് മുഴുവൻ ശ്ലോകം. ചിത്രം വടതരോർമൂലേ. ഒരു ചിത്രം നമ്മെ കാണിക്കുകയാണ്. എന്താണ് ആ ചിത്രം? ചിത്രം വടതരോർമൂലേ. വടവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കാണുന്ന ഒരു ദൃശ്യമാണ്. എന്താണ്? വൃദ്ധാശിഷ്യ ഗുരുർ യുവ. ഗുരുവായിട്ടിരിക്കുന്നയാള് തികഞ്ഞ യുവാവാണ്. ശിഷ്യന്മാരെല്ലാം തികഞ്ഞ വൃദ്ധന്മാരും. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ തിരിച്ചല്ലേ. അധ്യാപകർ പ്രായം കൂടിയവരും വിദ്യാർത്ഥികൾ പ്രായം കുറഞ്ഞവരുമാണ് നമ്മുടെ നാട്ടിൽ സാധാരണ കണ്ടുവരുന്നത്. ഇവിടെ നേരെ തിരിച്ചാ. വിദ്യാർത്ഥികളെല്ലാം തന്നെ തികഞ്ഞ വൃദ്ധന്മാരാണ്. പഠിപ്പിക്കുന്നയാളാകട്ടെ തികഞ്ഞ യൗവനയുക്തനായ ഒരു വ്യക്തിയാണ്. വൃദ്ധാശിഷ്യ ഗുരുർ യുവ. അപ്പം അതിയുവാവായിരിക്കുന്നതായ ദക്ഷിണാമൂർത്തി ഭഗവാൻ വൃദ്ധന്മാരായിരിക്കുന്ന ശിഷ്യന്മാർക്ക് ആത്മജ്ഞാനം ഉപദേശിക്കുന്ന ചിത്രമാണ്. ഗുരോസ്തു മൗനം വ്യാഖ്യാനം. എങ്ങനെയാണത്? ആ ഗുരുനാഥനായ ദക്ഷിണാമൂർത്തിയാകട്ടെ മൗനമായിട്ടിരിക്കുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ മൗനത്തിലൂടെ ശിഷ്യാസ്തു ഛിന്ന സംശയ. എല്ലാ സംശയങ്ങളും അവസാനിക്കുകയാണ് ശിഷ്യന്മാരുടെ. ഗുരുവായ ദക്ഷിണാമൂർത്തി ഭഗവാൻ മൗനം അവലംബിച്ചിരുന്നാൽ തന്നെ ശിഷ്യന്മാരുടെ എല്ലാ സംശയങ്ങളും ഇല്ലാതാവുക. ഗുരു വായു തുറന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അതായത് തൻ്റെ മനസ്സിൻ്റെ ബലം കൊണ്ട് മനോമണ്ഡലത്തിലെ അപൂർവമായ കഴിവുകൾ ഉപയോഗിച്ച് ശിഷ്യന്മാരുടെ മനസ്സിലേക്ക് ഉത്തരങ്ങളെ സന്നിവേശിപ്പിക്കുന്നതിന് കഴിവുള്ളയാളാണ് മഹാഗുരുവായ ദക്ഷിണാമൂർത്തി ഭഗവാൻ. ദക്ഷിണാമൂർത്തി ആരാണെന്നുള്ളതിൻ്റെ ഒരു ചെറിയ ചിത്രം നിങ്ങൾക്ക് കിട്ടിയിരിക്കുമല്ലോ. പ്രധാനപ്പെട്ട മേജർ ശിവക്ഷേത്രങ്ങളിലെല്ലാം കിഴക്കോട്ട് ദർശനമായിരിക്കുന്ന ശിവഭഗവാന്റെ നടയുടെ തെക്കു ഭാഗത്തായി ദക്ഷിണാമൂർത്തി നട ഉണ്ടായിരിക്കാം. എല്ലാ നാട്ടിലും എല്ലായിടത്തും ഒരുപോലെ ഇങ്ങനെ ആകണമെന്നില്ല. പ്രധാനപ്പെട്ട പല ശ്രീകോവിലുകളിലും ഇങ്ങനെയുണ്ട്. ശിവ കോവിലിൻ്റെ തെക്കു ഭാഗത്തായിട്ട് ദക്ഷിണാമൂർത്തി കോവിൽ, ദക്ഷിണാമൂർത്തിയുടെ നട ഉണ്ട്. അവിടെ ഭഗവാന്റെ പ്രതിഷ്ഠയിൽ ക്ഷീരധാര അഥവാ ക്ഷീരാഭിഷേകം നടത്തുക, പാൽ കൊണ്ട് അഭിഷേകം, നെയ്യ് വിളക്ക് കത്തിക്കുന്നതിനായി കുറച്ച് നെയ്യ് വാങ്ങിച്ച് സമർപ്പണം ചെയ്യുക. അങ്ങനെ നെയ്യ് കൊണ്ട് വിളക്ക് തെളിച്ച് പാൽ കൊണ്ട് അഭിഷേകം, പാൽപായസ നിവേദ്യം, ദക്ഷിണാമൂർത്തി മന്ത്രം ജപിച്ച് പുഷ്പാഞ്ജലി, ഇത്രയും കാര്യങ്ങൾ വ്യാഴാഴ്ച തോറും ചെയ്യുക.
വ്യാഴാഴ്ച തോറും ദക്ഷിണാമൂർത്തിയുടെ നടയിൽ നെയ്യ് വിളക്ക് തെളിച്ച് പാൽ കൊണ്ട് അഭിഷേകം നടത്തി പാൽപ്പായസ നിവേദ്യം ചെയ്ത് ദക്ഷിണാമൂർത്തി മന്ത്രത്താൽ പുഷ്പാഞ്ജലി നടത്തുന്നത് അതിവിശിഷ്ടമായ ഒരു വഴിപാട് ആണ്. ഇത് എല്ലാവിധ വിദ്യാപുരോഗതിക്കും പ്രയോജനപ്പെടുന്നതാണ്. അതോടൊപ്പം അപൂർവങ്ങളിൽ അപൂർവമായ ദക്ഷിണാമൂർത്തി സ്തോത്രങ്ങളുണ്ട്. അത് ഒരു ആചാര്യൻ്റെ കീഴിൽ ശരിയായി ചൊല്ലുന്നതിന് പഠിച്ച് ചൊല്ലുന്നത് വളരെ പ്രയോജനം ചെയ്യും. ദക്ഷിണാമൂർത്തി മന്ത്രങ്ങളും അപ്രകാരം ചെയ്യാവുന്നതാണ്. ഇങ്ങനെ വിധിപ്രകാരം ദക്ഷിണാമൂർത്തി പൂജ ചെയ്തു പോന്നാൽ വിദ്യാസംബന്ധമായ എല്ലാ ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ അത് പ്രയോജനം ചെയ്യുന്നതാണ്. നന്ദി, നമസ്കാരം.